വിരാട് കോഹ്ലിയെ 2020 ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചേക്കില്ലെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ ഇക്കാര്യം കോഹ്ലിയുമായി തന്നെ സംസാരിച്ചെന്നാണ് വിവരം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു മറ്റു വിവരങ്ങൾ നൽകാൻ. അനിൽ വാസുദേവ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഒരു ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വിരാട് കോഹ്ലിയെ 2020 ലോകകപ്പിലേക്ക് ഒരുപക്ഷെ പരിഗണിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇക്കാര്യം കോഹ്ലിയുമായി തന്നെ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ സംസാരിച്ചു കഴിഞ്ഞു. ഈ പ്രധാനമായി എടുത്തു പറയുന്നത് യുവതാരങ്ങൾക്ക് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് കോഹ്ലിയെ മാറ്റി നിർത്തുന്നത് എന്നാണ്. കോഹ്ലിയാണ് 2020 ഇന്റർനാഷണൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം. അടുത്തിടെ സമാപിച്ച ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടി ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറും പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ഒക്കെ ആവുകയും തന്നെ ചെയ്തു. പക്ഷേ കോഹ്ലിയുടെ ബാറ്റിംഗ് ശൈലിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹം റണ്ണടിക്കുന്നതിൽ വളരെ ഒരു മെല്ലെപ്പോക്ക് എന്ന തരത്തിലൊക്കെ തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നു. 2020 ലോകകപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ റണ്ണടിക്കുന്ന ബാറ്റേഴ്സിനെ പരീക്ഷിച്ചു നോക്കാം എന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സെലക്ടേഴ്സിൻ്റെ മുന്നിലുള്ളത്. ഇക്കാര്യത്തിൽ ഒരു ഹാർഷ് തീരുമാനം തന്നെ ഒരുപക്ഷെ ടീം മാനേജ്മെൻറ്റും മുഖ്യ സെലക്ടർമാരും എടുത്തേക്കും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. കോഹ്ലി ഏറ്റവും അവസാനമായി കളിച്ചത് അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പരയിലാണ്. 2 മത്സരങ്ങളാണ് അന്ന് കോഹ്ലി കളിച്ചത്. 29 റൺസും ഒരു മത്സരത്തിൽ 0-നും കോഹ്ലി പുറത്തായി. അതുകൊണ്ട് തന്നെ കോഹ്ലിയുടെ ബാറ്റിംഗ് വലിയ വിമർശനം 2020 നേരിടുന്നുണ്ട്. ഇനി ഒരു പക്ഷേ കോഹ്ലിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരുന്നത് ഈ IPL പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നേരത്തെ ജയ്ഷാ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് രോഹിത് ടീമിൻ്റെ ക്യാപ്റ്റൻ ആവും എന്ന് പറഞ്ഞു. അതോടുകൂടി ടീമിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള രോഹിത്തിൻ്റെ കാര്യം ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ കോഹ്ലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കോഹ്ലിക്ക് ഈ വരുന്ന IPL വലിയ രീതിയിൽ റണ്ണടിക്കേണ്ടിയിരിക്കുന്നു. IPL ചരിത്രത്തിലും വലിയ രീതിയിൽ ബാറ്റ് ചെയ്ത ഒരു ബാറ്ററാണ്. ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരങ്ങളിൽ ഒരാളാണ് വിരാട് കോഹ്ലി. അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് തന്നെ പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് കൂടിയാണ് ഇനി വരാനിരിക്കുന്ന IPL. 22-ന് ചെന്നൈക്കെതിരെയാണ് ആദ്യ മത്സരം. കോഹ്ലി ഇതുവരെ ടീമിനൊപ്പം ചേർന്നിട്ടില്ല. വൈകാതെ തന്നെ RCB ടീമിനൊപ്പം ചേരുമെന്നൊക്കെ തന്നെ പറയുന്നു. അപ്പോൾ കോഹ്ലിക്ക് സ്വയം തെളിയിക്കാനും വിമർശകർക്ക് മറുപടി നൽകിക്കൊണ്ട് ഈ ടൂർണമെൻറ്റിലേക്ക് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരാനുള്ള അവസരം കൂടിയാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അടുത്തിടെ ഈ ധർമ്മശാല ടെസ്റ്റിന് ശേഷം ഇന്ത്യൻ ടീമിൻ്റെ ഫോട്ടോഷൂട്ട് നടന്നിരുന്നു. അതിൽ കോഹ്ലി ഉണ്ടായിരുന്നു. കോഹ്ലി ഇപ്പോഴും രണ്ടാം കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിൽ തന്നെയാണ്. അപ്പോൾ കോഹ്ലി ആ തരത്തിലൊക്കെ ഒരു സൂചന വരുന്നത് കോഹ്ലി ഒരുപക്ഷെ പുറത്തേക്ക് എന്ന് തന്നെയാണ്. എല്ലാം കണ്ടിരുന്ന് കാണാം. കോഹ്ലി ബാറ്റ് കൊണ്ടാണ് എല്ലാത്തിനും മറുപടി കൊടുക്കുക. ഒരുപക്ഷെ ഈ സെലക്ടേഴ്സിൻ്റെ ഈ സംശയങ്ങൾക്കും കോഹ്ലി ബാറ്റ് കൊണ്ട് മറുപടി കൊടുത്ത് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ വിശ്വസിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.